ലങ്കാവിൽ ചെന്നിട്ട് കാറിൽ പോകണം. എവിടെ കാറിൽ പോയാലും നമ്മൾ മലയാളം പാട്ടിട്ടിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഏകദേശം നമ്മുടെ കേരളത്തിൽ പോലെ തന്നെ. വീടുകളെല്ലാം വാർത്തിട്ടില്ല, ഓടാണ് എല്ലാം. ഒരു ഐലൻഡാണ് ലങ്കാവി. ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഐലൻഡുകൾ ഉള്ള സ്ഥലമാണ്. ഫ്ലൈറ്റ് മാത്രം പോകുന്നത്. അങ്ങനെ അവിടെ എത്തി കൃഷിയൊന്നും കാണില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങൾ, മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് സ്കൂളും ഇങ്ങനത്തെ വാലീസ്. അങ്ങനെ പോയി കടയിലെത്തി. അതൊരു ഉണക്ക ചായ കിട്ടി. ചായ എന്ന് പറയാൻ പറ്റില്ല, കോഫിയേ ഉള്ളൂ, ചായ ഇല്ല അവിടെ. കോഫി കട്ടിക്കുള്ളൊരു കോഫി. പിന്നെ ഉച്ചയ്ക്ക് ഹോട്ടലിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ലങ്കാവി ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ ക്യാബ് ഡ്രൈവർ. പുള്ളിക്കാരൻ എയർപോർട്ട് വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം കാറ് റെൻറ്റിന് ആണെങ്കിൽ അങ്ങോട്ട് വന്നതാണ്. കുറേ സ്പോട്ടുകളുണ്ട് ഇവിടെ. ആ സ്പോട്ടിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബോട്ടിൽ കൊണ്ടുപോകും. ഇങ്ങനത്തെ കുറേ ഇവിടെ അപ്പുറത്തെ സൈഡിൽ കടലും പിന്നെ ഇങ്ങനത്തെ ഐലൻഡ് ഉള്ളതുകൊണ്ട് വലിയ തിരമാലകളൊന്നും ഇല്ല. നല്ല പ്യൂറായിട്ടുള്ള നല്ല രസമാണ് കാണാനും. പവിഴപ്പുറ്റുകൾ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ ബോട്ടിൽ കയറി. ബോട്ടിൽ കുറേ സ്പോട്ടുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ആദ്യം വിചാരിച്ചില്ല ഇത്രയും വലിയ സ്പീഡുണ്ടാകുന്നു. വേറെ നിന്നിട്ടും കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. തുടങ്ങിയത് അതാണ് നമ്മുടെ ഡ്രൈവറൊക്കെ. നല്ല കണ്ടൽക്കാട് ഇത് പറയുന്ന പരുന്തുകളാണ്. ചിക്കൻ കൊണ്ടിട്ട് കൊടുക്കും ഈ ബോട്ടിലുള്ള ആൾക്കാരെല്ലാം ടൂറിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് വന്ന് കഴിക്കും. അത് അങ്ങനെ ഒരു സ്പോട്ട് കൊണ്ടുപോയിട്ട് ഇതാണ് നമ്മുടെ പരുന്തുകൾക്ക് ഫീഡ്, ഈഗിൾ ഫീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗമാണ്. മരങ്ങളുടെ വേരുകൾ മൊത്തം കാണാം. പിന്നെ ഇങ്ങനെ ഇത് മങ്കി സ്പോട്ട്. അടുത്ത് ഞങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞത് മങ്കീസിന് കൊടുക്കാൻ ബനാന വാങ്ങിക്കണം. ഞങ്ങൾ വാങ്ങിച്ചില്ല. പക്ഷെ പിന്നെ ഇങ്ങനെ നിർത്തി കണ്ട കുറേ വണ്ടികളുണ്ട്. പിന്നെ അവിടെ നിന്നും പോയി ഇത് ഇച്ചിരി ഇടുങ്ങിയൊരു സ്ഥലത്തുകൂടി പോയി. നല്ല വെള്ളമാണ്. നല്ല ഇടയിൽ കൂടെ ഒക്കെ അവർ ആരും അവിടെ ഒന്നും നിർത്തുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ കൂട്ടിരുന്ന് കാണാനേ പറ്റുള്ളൂ. ഇതൊരു ക്രോക്കഡൈൽ സ്പോട്ടാണ്. പിന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ക്രോക്കഡൈൽ കിടക്കുന്ന പോലെ ഉണ്ടാവും. പിന്നെ ഇത് ഒരു കേവ് പോലെ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പെട്ടെന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. മീനുണ്ട് കേട്ടോ. ഈ കാണുന്ന വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ താഴെ അടിയിൽ ഇങ്ങനെ മീനുകൾ പോകുന്നത് കാണാൻ പറ്റും. അതിങ്ങനെ വെള്ളം കയറി കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മഴ പെയ്യും. എപ്പോഴും മഴ പെയ്യും. ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ മഴ ഉണ്ടാവും അവിടെ. കണ്ട പറയും.
കണ്ടാൽ പറയാം വരും. ഞാനിതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് കുരങ്ങൻ വന്നിട്ട് ഒരു സാധനം എടുത്തിട്ട് പോയി, കഴിക്കുന്ന കോൺ എടുത്തിട്ട് പോയി. ഇങ്ങനെ കേവ് കൂടെ ഈ വെള്ളം ഇത്രയും ഇല്ലാത്ത സമയത്ത് എൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഈ ഗുഹ എന്താണെന്ന് വെച്ചാൽ ഇപ്പം അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം ആ മുന്നിൽ പോകുന്ന ലേഡിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. കുട്ടിയുണ്ട് അവരുടെ കയ്യിൽ. നമ്മുടെ ബോട്ടിലുള്ള അല്ല അവിടെ വന്നിപ്പോൾ കണ്ടോ. അതൊക്കെ മലയാളികൾ കണ്ടു കേട്ടോ. എല്ലായിടത്തും പോയപ്പോൾ മലയാളം കണ്ടോ. എന്തോ സാധനം തട്ടിപ്പറിച്ചുകൊണ്ട് കുരങ്ങൻ പോയി. അവർ പേടിച്ച് പിന്നെ തിരിച്ചങ്ങനെ ഉള്ളിലേക്ക് നടക്കുമ്പോഴാണ് അടിക്കരുതെന്ന് പറയുമ്പോൾ അതൊന്നും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല. നടക്കട്ടെ അവളെ പിടിക്കും. പേടിയുണ്ട്. ഗുണാക്കിയത് നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ ടോർച്ചും തരും. പിന്നെ അവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ, എല്ലായിടത്തും ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ എടുക്കും. വെറുതെ ഫോട്ടോ എടുക്കും. തിരിച്ചു വരാൻ നേരത്ത് അവരൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഓരോ സാധനത്തിൻ്റെ അകത്താക്കിയിട്ട് ഭയങ്കര പൈസ വരും. 60 റിംഗറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എല്ലായിടത്തൊന്നും വാങ്ങിച്ചിട്ട് എല്ലായിടും ഇങ്ങനെ പറയും. പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഫോട്ടോ വാങ്ങാം. നമ്മളാരും വാങ്ങിച്ചിട്ടില്ല. അവരടുത്ത് കടയായിരിക്കും. അങ്ങനെ പോകുമ്പോഴാണ് മേലോട്ട് നോക്കിക്കണ്ട, അവിടെയാണ് നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇരിക്കുന്നത്. കണ്ട മുകളിൽ തൂങ്ങിക്കിടക്കുന്നത് വവ്വാൽസ് കുറേ ഉണ്ട്. ഭയങ്കര നാറ്റമായിരുന്നു. ഈ കയറുന്ന ഗോയുടെ അങ്ങോട്ട് കയറുന്ന സമയത്ത് പേടിച്ചിട്ട് നമ്മൾ പേടിച്ചിട്ട് പോയി. ഞാൻ അപ്പം പേടിച്ചിട്ട് പേടിക്കാതെ ആൾക്കാർ ഇത്ര നിൽക്കുന്നതല്ലേ. ഓടോടോ എൻ്റെ കാട്ടത്തിൻ്റെ നാറ്റം ഭയങ്കരമായിരുന്നു. ഇപ്പോഴും ഓർമ്മ വരുന്നു. എന്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ. ടച്ച് ചെയ്യരുത്. അതൊന്നും നമുക്കൊരു ബോട്ടിനെ പോകുമ്പോൾ അങ്ങനെ ആ പ്രദേശത്തുനിന്ന് ഒരൊറ്റ ബോട്ട് ആകെ പേടിച്ചു. പിന്നൊരു ബോട്ട് കാണുമ്പോൾ ഒരു സമാധാനം. പിന്നെ നമ്മൾ പേടിച്ചു കേട്ടോ. എൻ്റെ കയറിയപ്പോൾ ടൂറിസ്റ്റുകൾ ഇല്ലാത്ത സമയമായിരുന്നുകൊണ്ടാണോ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അവിടെ നവംബർ ഡിസംബറാണ് വെക്കേഷൻ. അപ്പോഴാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് നിൽക്കുമ്പോൾ എവിടെയൊന്നും ഒരു ബോട്ടുകളും ഉണ്ടാവില്ല. പിന്നെ കുറേ ദൂരം കടലും ഈ കടലിൻ്റെ അപ്പുറത്തെ സൈഡ് എന്താണെന്ന് വെച്ചിട്ട് അത് പറഞ്ഞ് തായ്ലാൻഡാണ്. പിന്നെ പേടിച്ചില്ല. കാരണം ഇങ്ങനെ പോയിട്ടുണ്ട്. അവിടെ അപ്പുറത്തെ സൈഡ് തായ്ലാൻഡാണ്. അവിടെ മനുഷ്യപ്പെടുത്തി ചെയ്യാൻ ആശ്വാസം ചില്ലറാണ്. വീട്ടിൽ കയറി അവിടെ നിന്ന് മാറിയിട്ടാ. അവിടെ ഇങ്ങനെ കുറച്ച് നമ്മൾ ഫ്ലോട്ടിങ് ഹോട്ടലാണ്. ഫ്ലോട്ടിങ് ഹോട്ടൽ പോലെ അതിൻ്റെ അകത്ത് ഓരോ സ്ഥലത്തും ഫിഷ്, ഫ്രഷായിട്ടുള്ള ഫിഷ് എടുക്കുക, അവിടുത്തെ വെക്കുക, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഇവിടെ മസാലയൊന്നും നമുക്ക് കിട്ടില്ല. ഭയങ്കര മസാല ടേസ്റ്റിയാണ്. കഴിക്കാനേ പറ്റില്ല. ഫിഷൊക്കെ വെറുതെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരും. ഫിഷൊന്നും നമ്മൾ ഫ്രൈ ചെയ്തില്ല. നമ്മൾ എത്രമാത്രം വേവിച്ചു എന്നുള്ളത് അറിയില്ല. എല്ലാം ഹാഫ് ബോയിൽഡ് അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ കാറിൽ കയറിയിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഒരു സ്പോട്ട് കണ്ടു. പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ഇത് കണ്ടപ്പോൾ നല്ല അവിടെ കയറി ബ്ലാക്ക് കളറിൽ കിടക്കുന്നത് ഇങ്ങനെ കറക്റ്റ് മണലാണ്. കരിക്കരിച്ച് കിടക്കുന്നത് ചെളിയല്ല, മണലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അവിടെ കുറച്ച് തലകൾക്കും മാങ്ങ പറിക്കും, മാങ്ങ
കോമണായിട്ടുള്ള ബസ്സില്ല. നല്ല മാങ്ങ പറിച്ചു താമസിക്കുന്ന ഒരു ഐലൻഡാണ്. ടോട്ടൽ പോപ്പുലേഷൻ അവരുടെ മെയിൻ ആയിട്ടുള്ള ഇൻകം ടൂറിസം തന്നെയാണ്. എല്ലാ വീട്ടിലും അവിടുത്തെ കാറിന് സ്വന്തമായിട്ട് കാർ വാങ്ങിച്ചാൽ ടാക്സി ആയിട്ട് പോകാം. ഒരു ദിവസം എന്നിട്ട് ടാക്സി പോകാം, പിന്നെ അടുത്ത ദിവസം നമുക്ക് വീട്ടിൽ ഇരിക്കാം, പിന്നെ അടുത്ത ദിവസം വേണമെങ്കിൽ ടാക്സിയിൽ പോകാം, ടാക്സി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. എല്ലാം ബ്ലാക്ക് ബോർഡാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ വൈറ്റ്, യെല്ലോ, ഗ്രീൻ അങ്ങനത്തെ ഒന്നുമില്ല. ഫുൾ എല്ലാ വണ്ടികളും ബ്ലാക്ക് ബോർഡ്. പിന്നെ ഇതിങ്ങനെ അടുത്തൊരു സ്പോട്ടിലെത്തി. ഇവിടെയാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. ഇവിടെ നമ്മൾ അങ്ങ് ദൂരെ മലയുടെ മുകളിലേക്ക് പോകും. നല്ല ഒരു പോണ്ടാണ്. ഇതിലൊക്കെ ഫുള്ള് ആമ്പലുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. സ്കൈ ലൈൻ സ്കൈ അങ്ങനെ പറഞ്ഞിട്ടൊരു മലേഷ്യ ടൈംസ് ഹൈറ്റ് ദൂരെയുള്ള മലയുടെ ഏറ്റവും സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിടിച്ച് പടപടാന്ന് പേടിച്ചനായിരുന്നു. പിള്ളേർക്ക് പേടിയില്ല. എന്താ താഴേക്ക് നോക്കി ഇത്ര ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ കുറച്ച് ഹൈറ്റേ ഉള്ളൂ. അങ്ങോട്ടും പോകും തോറും ഇതാ നോക്ക് ദൂരെ നിന്ന് താഴെ അവിടെ നിന്ന് നമ്മൾ വന്നത്. അയ്യോ എന്തൊരു ഹൈറ്റായിരുന്നു ഇത്. ഇതാ സംഭവം അങ്ങോട്ട് പോകുന്നുണ്ട്. അടുത്തൊരു കൂട്. പിന്നെ കൂട്ടിൻ്റെ അകത്ത് കയറി മേലോട്ട് അത് മേലോട്ട് പോകുമ്പോൾ ഇത് മെല്ലെ സ്ലോയിലാണ് പോകുന്നത്. നാണം താഴെ വീണ ഒരു പൊടി പോലും കിട്ടില്ല മനുഷ്യൻ്റെ. പക്ഷെ ഇത് ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അവർ അപ്പോഴപ്പോഴായിട്ട്. ആൾക്കാർ ചെക്ക് സേഫാണെന്ന് തോന്നും, എന്നാലും പറയാൻ പറ്റില്ല. മുകളിലേക്ക് ഇങ്ങനെ പോകും. ദൂരെ നിന്ന് നമ്മൾ ആ കടലൊക്കെ കാണാൻ പറ്റും. കണ്ട ചെറിയ ചെറിയ ഐലൻഡുകളാണ്. അങ്ങ് താഴെ നോക്ക്, താഴെ നിന്നാണ് നമ്മൾ വന്നത്. നീങ്ങിയിട്ടും പോയില്ല. കുറേ കേട്ടോ കുറേ സമയം നല്ലേ പോകുള്ളൂ. താഴേക്ക് പോലത്തെ ഒരു മലയിൽ ഒരു മലയിലേക്ക് പാലം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുന്ന വ്യൂ കിട്ടില്ല വ്യൂ ആണ്. അതെല്ലാം നോക്കാം. നോക്കുന്നതിനാണ് നമ്മൾ വരുന്നത്. ഗ്ലാസിൻ്റെ അകത്ത് നമുക്ക് കയറി നിന്നാൽ താഴോട്ട് കാണാൻ പറ്റും. ഭയങ്കര ഹൈറ്റുള്ളൊരു പാലമായത്. അവിടെയും കുരങ്ങന്മാരുണ്ടായിരുന്നു. പേടിയില്ലാത്ത കുരങ്ങന്മാർ. സ്കൈ ബ്രിഡ്ജ് ഇതിൽ വന്നത്. സ്കൈ ബ്രിഡ്ജിൻ്റെ തിരിച്ച് വരുന്ന വഴിയാണ്. കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് മനുഷ്യർ കൊണ്ടാരടങ്ങും. ഇത് ശരിക്കും തിരിച്ചു പോകാം. എക്സ്പീരിയൻസ് ആണ്. ഗ്രീനറിയാണ്. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നല്ല തേങ്ങയുടെ പുല്ല്. Hey, hello friends. Today we are in a famous place of Malaysia called Langkawi, and we are staying in Mali Best Resort, which is famous seashore resort here in Malaysia. So I am with my son Ayukt. Say hi. Okay, and we came to watch the sunset here. So this is a very beautiful white sand beach. I could see many people, and can you see there for parachute? People are doing the para diving,
and parachute. Okay. Okay. Now, this is very nice actually. This is some shells here and some designs by the crabs. I think this is some designs by the crab. എൻ്റെ കാലിലെന്തോ അള്ളി ക്രാബാണോ എന്തോ. അമ്മ എനിക്ക് മധു കൊടുത്തായിരുന്നു. ഇവിടെ കുറച്ച് ഫയറും കൊണ്ട് കുറച്ച് ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യും. വെയിറ്റേഴ്സ് പിറ്റേ ദിവസം എല്ലാ ബോട്ടിലും അങ്ങനെ പോകും. അത് ഈ കയറുന്നത് കയറുന്നുള്ള പേര് തലയിലങ്ങനെ ചുറ്റും ഇതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നിക്കറുകളും ടീഷർട്ടുകളും തലയിൽ മുടി വറക്കും. അതൊരു സ്പോട്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് ഓരോ മലയുടെ ഓരോ ഡിസൈൻ കഴിഞ്ഞിട്ട് ആ മല ഓരോ ഡിസൈനുകൾ അവർ പറഞ്ഞു തരും. അവിടെ കുറേ ക്രാബുകളുണ്ട്, ഇഷ്ടം പോലെ ക്രാബുകൾ, കുഞ്ഞു കുഞ്ഞു ക്രാബുകൾ. ആ സൈഡിൽ ഫോട്ടോ എടുക്കുന്ന സ്ഥലമുണ്ട്. ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കും. ഇത് അവിടുത്തെ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള വാട്ടറാണ്. അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതൊരു എല്ലാത്തിലും ഇറങ്ങുമ്പോഴും ലൈഫ് ജാക്കറ്റൊക്കെ വേണം. ഞങ്ങളവിടെ ഇറങ്ങിയില്ല, അത് അവളെ മാത്രം ഒന്ന് കാലിലിട്ട് നിന്നു. പിന്നെ ഫീഡിങ് പിന്നീട് ഐലൻഡ് വന്നിറങ്ങി. ഭയങ്കര സൂപ്പർ പുള്ളി, വെള്ള കളറിൽ വെളുത്തിരിക്കുക സാൻഡ്. ആ വെള്ളത്തിൽ കൂടി നമ്മൾ ആ മേളിൽ പോലും കാണാം. നോക്കി ആ മരത്തിൻ്റെ മേളിൽ ഭയങ്കര എൻജോയ് ചെയ്തു. ഫുള്ള് പവിഴപ്പുറ്റുകൾ, കുറേ കളക്ട് ചെയ്തു പവിഴപ്പുറ്റുകൾ. വെള്ളത്തിന് ഭയങ്കര ഉപ്പാണ്, ഭയങ്കര ഉപ്പാണ്. തലവൊന്നും മനസ്സില്ല, കാരണം വെച്ചാൽ ഭയങ്കര ഒട്ടിയിരിക്കുന്നു. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള അയ്യോ.
അവസാനം ഞങ്ങൾ ഒരെണ്ണം പ്രിൻ്റ് എടുത്ത് വാങ്ങിച്ചു. കുടിക്കാന്ന് പറഞ്ഞ് കടയിൽ പോയതാണ്. പിന്നെ വാഴനാര് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതെല്ലാം വാഴനാര് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കടയിൽ നിന്ന് കോഫി കുടിക്കാൻ പറ്റുകയില്ല. അവിടെ പിന്നെ ഞങ്ങൾ റൂം വെട്ടിയിട്ട് കുടിക്കുന്നതിലാണ്. അവിടെ നിന്ന് ആ ഓല ആര്യൻ്റെ കടയിൽ ഒന്നും പറ്റിയില്ല. ഭാഗ്യത്തിന് ഓലയാണ് ആര്യൻ്റെ കടയിൽ വീണത്. കിടക്കുന്നില്ല, ഭാഗ്യമൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുന്നത് മദ്യമല്ല. പിന്നെ തിരിച്ച് എയർപോർട്ടിലേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. സൺസെറ്റ് കാണാം. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയ കാറ് എയർപോർട്ടിൽ ചെന്നപ്പോൾ പിള്ളേർ കളി, ഭയങ്കര കളി. ഇതാണ് കൊക്കോമ കോച്ച്. ആദ്യം നോക്കിയപ്പോൾ ഇവർ രണ്ടിനും, പിന്നെ കുറേ കുട്ടികൾ വന്ന് ജോയിൻ ചെയ്തു. ചെറിയൊരു എയർപോർട്ടാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓപ്പോസിറ്റ് ക്ലാസ് കഴിഞ്ഞാൽ അപ്പുറത്ത് എയർപ്ലെയിൻ. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ചൂടുവെള്ളം കഴിച്ചു. പിന്നെ ആ ചെയർ മസാജർ അയാൾ കൊടുത്തു. ഈ മനുഷ്യൻ മസാജ് ചെയ്യേണ്ട 1/2 മണിക്കൂറുണ്ടായിരുന്നു, അവന് കൊടുത്തു.